പ്രവാസ ലോകത്തെ വാർത്തകൾ. ദുബായിൽ ബിസിനസ് തുടങ്ങാൻ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കി. വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. ദുബായിൽ പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനും ലൈസൻസ് നടപടികൾ പൂർത്തിയാക്കുന്നതിനും ഇനി ബുദ്ധിമുട്ടില്ല. ദുബായ് സർക്കാരിന്റെ ഏകീകൃത ഡിജിറ്റൽ സംവിധാനമായ ഇൻവെസ്റ്റ് ഇൻ ദുബായ് വഴിയുള്ള പകുതിയിലധികം സേവനങ്ങളും ഇപ്പോൾ അതിവേഗം ലഭ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ വിപ്ലവകരമായ മാറ്റം. ഓഫീസുകൾ കയറിയിറങ്ങാതെ തന്നെ സംരംഭകർക്ക് തങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലായി പൂർത്തിയാക്കാൻ പോർട്ടൽ സഹായിക്കുന്നു. പോർട്ടൽ ആരംഭിച്ചതു മുതൽ ഇതുവരെ 5 ലക്ഷത്തിലധികം ആളുകൾ പ്രയോജനപ്പെടുത്തിയ ഈ പ്ലാറ്റ്ഫോമിന് 97% ഉപഭോക്തൃ സംതൃപ്തി നിരക്കുമുണ്ട്. ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമി ആൻഡ് ടൂറിസത്തിന് കീഴിലുള്ള ദുബായ് ബിസിനസ് രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിംഗ് കോർപ്പറേഷനാണ് ഈ വിപുലമായ ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. നിലവിൽ ദുബായ് സർക്കാരിന്റെ ആകെ സേവനങ്ങളുടെ 29%-ഓളം ഇൻവെസ്റ്റ് ഇൻ ദുബായ് പ്ലാറ്റ്ഫോം വഴി നേരിട്ട് ലഭ്യമാക്കുന്നുണ്ട്. അനാവശ്യമായ 66-ലധികം നിബന്ധനകൾ ഒഴിവാക്കിയത് നടപടികൾ കൂടുതൽ ലളിതമാക്കി. വ്യവസായങ്ങൾക്കുള്ള ട്രേഡ് നെയിമുകൾ റിസർവ് ചെയ്യാനും ആവശ്യമായ സർക്കാർ അനുമതികൾ നേടാനും കൊമേഴ്സ്യൽ ലൈസൻസുകൾ കരസ്ഥമാക്കാനും ഇനി 1-ലധികം ഓഫീസുകൾ ബന്ധപ്പെടേണ്ടതില്ല. 1000-ലധികം ബിസിനസ് പ്രവർത്തനങ്ങളും 70-ലേറെ സർക്കാർ നിയന്ത്രണ ഏജൻസികളുടെ സേവനങ്ങളും ഈ സിംഗിൾ വിൻഡോ സംവിധാനത്തിൽ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒറിജിനൽ ഇല്ലെങ്കിൽ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കരുതിയാൽ മതിയെന്ന് സൗദി ട്രാഫിക് അതോറിറ്റി. വാഹനം ഓടിക്കുന്നവർക്ക് പുതിയ തീരുമാനം ആശ്വാസമാകും. സൗദിയിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒറിജിനൽ കൈവശമില്ലാതെ വാഹന പരിശോധനയിൽ കുടുങ്ങുന്നവർക്ക് ആശ്വാസ വാർത്ത. മൊബൈൽ ഫോണിൽ ലഭ്യമാകുന്ന ഡിജിറ്റൽ ലൈസൻസ് പരിശോധകരെ കാണിച്ചാൽ മതിയെന്ന് സൗദി ട്രാഫിക് ജനറൽ അതോറിറ്റി അറിയിച്ചു. ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ അബ്ഷീർ അഫ്രാദ്, തവക്കൽന എന്നിവയുടെ ഇക്കാമ ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ രേഖകളുടെ ഡിജിറ്റൽ പതിപ്പുകൾ ലഭ്യമാണ്. ഓരോ തവണയും തത്സമയം മാറിവരുന്ന QR കോഡ് ഉൾപ്പെടുന്ന സുരക്ഷയും ഈ ഡിജിറ്റൽ ലൈസൻസുകളിൽ ഉറപ്പാക്കിയിട്ടുമുണ്ട്. ഇന്റർനെറ്റ് ലഭ്യമാകാത്ത സാഹചര്യത്തിലും തടസ്സമില്ലാതെ ഉപയോഗിക്കാൻ കഴിയും വിധത്തിൽ ആപ്പിൽ നിന്നും ലൈസൻസിന്റെ കോപ്പി ഫോണിലേക്ക് മുൻകൂട്ടി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനും സാധിക്കും. അത്തരത്തിൽ ഫോണിൽ സൂക്ഷിക്കുന്ന ഡിജിറ്റൽ പകർപ്പുകളും പരിശോധന വേളയിൽ ഉപയോഗിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE കോർപ്പറേറ്റ് ഭരണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു. കള്ളപ്പണ ഇടപാടുകൾക്കെതിരെ കർശന നടപടിയെടുക്കും. രാജ്യത്തെ കള്ളപ്പണ ഇടപാടുകളും ഭീകരവാദ സാമ്പത്തിക സഹായങ്ങളും തടയുന്നതിനുള്ള നിയമനിർമ്മാണ ചട്ടക്കൂട് പരിഷ്കരിക്കുന്നതിനായി UAE സാമ്പത്തിക സംയോജന സമിതി യോഗം ചേർന്നു. അബുദാബിയിൽ നടന്ന യോഗത്തിൽ UAE സാമ്പത്തിക വിനോദസഞ്ചാര മന്ത്രി അബ്ദുള്ള ബിൻ തൗഖ് അൽ മർറി അധ്യക്ഷത വഹിച്ചു. വിപണിയിലെ വിലനിലവാരം വിലയിരുത്തുന്നതിനും ഉൽപ്പന്ന ലഭ്യത ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികളും യോഗത്തിൽ വിലയിരുത്തി. അത്യാധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളും നിർമ്മിത ബുദ്ധിയും പ്രയോജനപ്പെടുത്തി സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സുതാര്യവും ശക്തവുമാക്കാനാണ് UAE ലക്ഷ്യമിടുന്നതെന്ന് അബ്ദുള്ള ബിൻ പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായകവും ഉപകരണങ്ങളും ലഭ്യമാക്കുന്നതിനായി ധനകാര്യ ലീസിംഗ് മേഖലയിൽ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും ആലോചനയുണ്ട്. വിപണിയിലെ പൂഴ്ത്തിവയ്പ് തടയുന്നതിനും സാധനങ്ങളുടെ ന്യായമായ വില ഉറപ്പാക്കുന്നതിനും പരിശോധനകൾ ശക്തമാക്കും. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം രാജ്യാന്തര നിക്ഷേപകരെ ആകർഷിക്കാൻ സാധിക്കുന്ന മികച്ച ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.